അങ്ങകലെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നു. മരിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട 26-കാരനായ തരുൺ കുമാർ എന്ന യുവാവാണ്. ഈ യുവാവിനെ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തിനാണ് ഈ യുവാവിനെ കൊന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ യുവാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട 7 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഹോളി ആഘോഷിക്കുന്നതിനിടെ നിറം ചേർത്ത വെള്ളം ഇങ്ങനെ ചീറ്റി. ഇത് ഡൽഹിയിലെ ഉത്തം നഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ കൂടെ പോവുകയായിരുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ ദേഹത്ത് വീണു. ഈ കുട്ടിയുടെ ബന്ധുക്കൾ, അച്ഛനമ്മമാർ, രക്ഷിതാക്കളും അടക്കമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും കുട്ടിയെ ശാസിക്കുകയും ഈ സ്ത്രീയോട് മാപ്പ് പറയുകയും ചെയ്തു. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഈ കുട്ടി 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് അറിവില്ലാതെ പറ്റിപ്പോയ ഒരു തെറ്റാണ്, അത് ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നിറം കലർത്തിയ വെള്ളം ചീറ്റിയപ്പോൾ അത് ഈ അബദ്ധത്തിൽ ഈ സ്ത്രീയുടെ ദേഹത്ത് വീണുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ മാപ്പ് ചോദിച്ചു. ഒരല്പ സമയത്തിന് ശേഷം ആ സ്ത്രീ അവിടുന്ന് പോയി ഇവർ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഒരല്പ സമയത്തിന് ശേഷം ഏതാണ്ട് 30ഓളം ആൾക്കാർ, ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ബന്ധുക്കൾ അവിടെ ഈ വീട്ടിലേക്ക് വരികയും ഇവരെ കുടുംബത്തോടെ ആക്രമിക്കുകയും ചെയ്തു. അത് തടയാൻ ശ്രമിക്കവെയാണ് തരുൺ കുമാറിന് അതിക്രൂരമായി മർദ്ദനമേറ്റ് മരണത്തെ പുൽകേണ്ടി വന്നത്. ഈ ദാരുണമായ സംഭവത്തിൽ പ്രതി ആക്കപ്പെട്ട ആൾക്കാർ, അതായത് ഈ കുടുംബത്തിനെ ആക്രമിച്ച ആൾക്കാർ ചിലരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് ഈ സ്ത്രീയുടെ ബന്ധുക്കളാണ് ഉമറുദ്ദീൻ, കമറുദ്ദീൻ, ജുമാദീൻ, മുഷ്താഖ്, മുസഫർ, താഹിർ എന്നിവരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു വർഗീയ ലഹളയുടെ വക്കിൽ നിൽക്കുകയാണ്. പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. ഈ കൂട്ടത്തിൽ പ്രായം തികയാത്ത, 18 തികയാത്ത ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട്, ഒരു പയ്യൻ കൂടി ഉണ്ട് അറസ്റ്റിലായവരിൽ എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം. എന്തായാലും പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു, വളരെ ശക്തമായ നടപടി എടുത്തു, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 2017 ജൂൺ 22-ന് ഹരിയാനയിലെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ജുനൈദ് എന്ന 16-കാരനെ ഇതുപോലെ ആൾക്കൂട്ടം മർദ്ദിച്ച്, അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. സീറ്റ് തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു സംഘർഷമുണ്ടായതും ഈ ജുനൈദ് കൊല്ലപ്പെട്ടതും. വളരെ പെട്ടെന്ന് ഇതിനെ വർഗീയവൽക്കരിച്ചു. അതായത് നീ ബീഫ് കഴിക്കുന്നവനല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബജ്റംഗ് ദള്ളുകാർ ചാടി വീണ് ജുനൈദിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണ് പുറത്ത് പ്രചരിപ്പിച്ച വാർത്ത. വാസ്തവത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ജുനൈദുമായി തർക്കത്തിലേർപ്പെടുകയും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടാവുകയും ജുനൈദിനെ ആക്രമിക്കുകയും, ജുനൈദും സഹോദരനും ഉണ്ടായിരുന്നു, 2 പേരെയും ആക്രമിച്ചു. അതിൽ ജുനൈദ് മർദ്ദനമേറ്റ് മരിച്ചു. അവിടെയും പോലീസ് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് പ്രതികളെ പിടികൂടി. പിന്നീട് ആ കേസ് CBI അന്വേഷണത്തിന് വിട്ടു. കാരണം വലിയ ആരോപണം ഉയർന്നു, ഈ ബീഫിൻ്റെ പേരിലാണ് ജുനൈദിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അന്നത്തെ പ്രചാരണം. അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തിന് കോടതി വിടുകയും ചെയ്തു. പക്ഷേ ബീഫിൻ്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത് എന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. CBI അന്വേഷണത്തിലും മനസ്സിലായത് സീറ്റ് തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജുനൈദിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന
വിവരമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇവിടെ ഇതാ ഈ പറഞ്ഞതുപോലെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്ത, അതായത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ ഒരു അബദ്ധം, അതിനെ ചൊല്ലി ഒരു കലഹമുണ്ടാവുകയും ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അന്ന് ജുനൈദ് കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വാർത്താ മാധ്യമങ്ങളെല്ലാം, ചാനലുകളെല്ലാം ചാടി വീണ് ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തോടെ ആനന്ദത്തോടെ ചാടി വീണ് ബജ്റംഗ് ദളിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ വേട്ടയാടാൻ വലിയ ഉത്സാഹം കാണിച്ചു. കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി അധികാരമേറ്റ് ഏതാണ്ട് 1 വർഷം മാത്രം തികഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഹരിയാനയിൽ പോയി ജുനൈദിൻ്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു. ജുനൈദിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. നല്ല കാര്യം, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതൊരു ജുനൈദിനോട് മാത്രം ചെയ്താൽ മതിയോ? ഈ തരുൺകുമാർ, ദളിത് വിഭാഗത്തിൽപ്പെട്ട തരുൺകുമാർ എന്ന ഈ 26കാരനും ഇതൊക്കെ ലഭിക്കാൻ അർഹനല്ലേ, യോഗ്യനല്ലേ? എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരെ വണ്ടി പിടിച്ച് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലേക്ക് പോകുന്നില്ല? ഈ സംഭവം നടന്നിട്ടിപ്പോൾ 2 ദിവസം ആയിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല? കാരണം കൊല്ലപ്പെട്ടവൻ്റെ മതം ഒരു വിഷയമാണ്, ഈ കൊന്നവൻ്റെ മതവും ഒരു വിഷയമാണ്. ഈ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ചാനലുകൾക്ക് ഒക്കെ കൈവിറയ്ക്കും. അവർ നിശബ്ദമാകും, അവരുടെ നാവിന് പൂട്ടുവീഴും. കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദുവാണെങ്കിൽ, പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ, കൊലപാതകി അപ്പുറത്ത് ഹിന്ദുവല്ലാത്ത അഹിന്ദുവായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വാർത്ത സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ കൈവിറയ്ക്കും, കാലുകളുടെ ചലനമറ്റുപോകും, നാവ് അനങ്ങാതെയാകും. അത് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ രോഗം, മറ്റൊന്നുമല്ല. കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണെങ്കിൽ, കൊന്നത് ഹിന്ദുവാണെങ്കിൽ അവിടെ മതം കലർത്തി ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന ഒരു പ്രചാരണവുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM-ഉം ഈ സർക്കാരും മാധ്യമങ്ങളും ഒക്കെ ചാടി വീഴും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രചാരണം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അത് 10 അല്ല, ചിലപ്പോൾ 20 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം വേണമെങ്കിലും കൊടുക്കും. എന്നാൽ ഈ പാവപ്പെട്ട ദളിത് കുടുംബത്തിന്, കൊല്ലപ്പെട്ട തരുൺകുമാറിന് വേണ്ടി വാദിക്കാൻ, ആ വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ, അതിൽ ഒരു അനുശോചനം പറയാൻ പോലും ആരെയും കിട്ടില്ല. ഒരു ഭീം ആർമിയെയും നമ്മളവിടെ കണ്ടില്ല. ഈ ഒരു വിഷയം, ഡൽഹിയിലെ ഉത്തം നഗറിൽ നടന്ന ഈ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കൊല്ലപ്പെട്ടയാളിന് നീതി ലഭിക്കാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും ഒക്കെയാണ് സമരവുമായിട്ട് രംഗത്തെത്തിയത്. നമുക്കറിയാം, ഡൽഹി ഭരിക്കുന്നത് ഇന്ന് BJP ആണ്. ഡൽഹി പോലീസിൻ്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലാണ്. കേന്ദ്ര സർക്കാരിനെയും ഭരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഇരുന്ന് പ്രമുഖ കക്ഷിയായി നിലകൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടോ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ബജ്റംഗ് ദളിനും വിശ്വ ഹിന്ദു പരിഷത്തിനുമൊക്കെ രംഗത്തിറങ്ങേണ്ടി വന്നു. അതിശക്തമായ പ്രക്ഷോഭം നടന്നതിന് ശേഷമാണ് പ്രതികളെ പിടികൂടിയത്. ഇങ്ങനെ വളരെ കൃത്യമായി ഒരു പാർഷ്യാലിറ്റി, പക്ഷപാതത്തോടുകൂടി വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും, അങ്ങനെ പക്ഷപാതത്തോടുകൂടി മരിച്ചയാളിൻ്റെ ജാതിയും മതവും നോക്കി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെയുള്ള നാടാണ് നമ്മുടെ കേരളം.
ആ കേരളത്തിൽ ഈ വാർത്ത ഒരിക്കലും ചർച്ചയാകില്ല. എനിക്കത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തത്. ഒരു കൊച്ചുകുട്ടി ചെയ്തു പോയ അതിനെ തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നത് ഒരിക്കലും ക്രിമിനൽ പ്രവൃത്തിയായിട്ട് കരുതാൻ പാടില്ല. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഒരു കൊച്ചുകുട്ടിക്ക് 7 വയസ്സുള്ള കുട്ടിക്ക് ഹിന്ദു എന്താണ്, മുസ്ലിം എന്താണ്, ക്രിസ്ത്യാനി എന്താണ് എന്നൊന്നും അറിയില്ല. ആ കുട്ടി ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവരും ആഘോഷിക്കുന്നു, നിറം കലർത്തിയ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റുന്നു. അപ്പോൾ അതുവഴി വന്നുപോയ ഒരാളിൻ്റെ ദേഹത്ത് അതൊരൽപ്പം തെറിച്ചു. ഇതാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം. ഈ സാഹചര്യത്തെ എത്ര വേണമെങ്കിലും നമുക്ക് വർഗീയവൽക്കരിക്കാം. പക്ഷേ അത് ഹിന്ദു സംഘടനകളൊന്നും അങ്ങനെ പ്രവർത്തിച്ചില്ല. പകരം വളരെ കൃത്യമായി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം, കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ആ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2017 ചെയ്തതുപോലെ ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഹരിയാനയിൽ ചെന്ന് മരിച്ചുപോയ ആളിൻ്റെ ജാതിയും മതവുമൊക്കെ നോക്കി പ്രതികരിച്ച രീതിയിലല്ല അവർ പെരുമാറിയത്. ഇത് നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ രാജ്യത്ത് കുറ്റവാളികൾക്ക് മതം നോക്കിയല്ല പരിഗണന കൊടുക്കേണ്ടത്. അവരെ നിയമം അനുശാസിക്കുന്ന ശിക്ഷയാണ് വിചാരണ നടത്തി അവർക്ക് നൽകേണ്ടത്. അതിന് ജാതിയും മതവും ഒന്നും ഒരു തടസ്സമായിക്കൂടാ എന്ന ഒരു സന്ദേശമാണ് നമുക്കിതിലൂടെ നൽകാനുള്ളത്. എന്തായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരിക്കലും ഈ വിവരം അറിയില്ല. അറിഞ്ഞാലൊട്ട് പറയുകയുമില്ല, പ്രതികരിക്കുകയുമില്ല. കാരണം മരിച്ചുപോയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവായ ഒരു 26കാരൻ തരുൺ കുമാറാണ്. തരുൺ കുമാറിൻ്റെ ജീവന് ഇന്ത്യയിൽ വിലയില്ല, കേരളത്തിൽ ഒട്ടും തന്നെ ഇല്ല. മറിച്ച് മരിച്ചുപോയത് ഒരു ജുനൈദോ മുഹമ്മദോ ഒക്കെ ആയിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവിടെ ചാടി വീഴും. തീർച്ചയായിട്ടും അദ്ദേഹം 10 അല്ല 20 ലക്ഷം രൂപയുമായിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ആ വീട്ടിലെത്തും. ഇതാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം മതേതരത്വം.